നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകത്തില്ല. എനിക്ക് ഡിഫമേഷന് കേസ് ഫയൽ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. എനിക്ക് പക്ഷേ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എൻ്റെ കയ്യിൽ പൈസയുമില്ല. നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്ന വീഡിയോ ആണ്. ഈ വീഡിയോയെക്കുറിച്ച് തന്നെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് പതിയെ പറഞ്ഞുതരാം. ഈ വീഡിയോ വന്നതിന് പിന്നാലെ തന്നെ ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. എത്ര അധിക്ഷേപ കമൻറ്റുകൾ ഈ പെൺകുട്ടിക്ക് നേരെ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീഡിയോ ഇപ്പോഴും ആ അക്കൗണ്ടിലുണ്ട്. അതിനുശേഷം നാൾക്ക് നാൾ നീണ്ടു നിൽക്കുന്ന സൈബർ ബുള്ളിയിങ് ഓരോ തവണയും ഓരോ ചോദ്യമുനയിൽ നിർത്തിയിരുന്നു ആ പെൺകുട്ടിയെ. ഒടുവിൽ സഹികെട്ട് താൻ എന്താണ് സംഭവിച്ചത്, ആ ബസ്സിൽ എന്താണ് നടന്നതെന്ന് വീണ്ടും വന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്ന ആ പെൺകുട്ടിയുടെ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട് അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ. ആ പെൺകുട്ടിയുടെ വീഡിയോകൾ ഇപ്പോഴും ആ സമൂഹ മാധ്യമങ്ങൾ അക്കൗണ്ടിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു പെൺകുട്ടി KSRTC ബസ്സിൽ വെച്ച് തനിക്കൊരു അതിക്രമം ഉണ്ടായി എന്ന് പൊതുസമൂഹത്തിനോട് വന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളൊരു സ്വീകാര്യത ഇന്നത്തെ ഒരു സൊസൈറ്റി എടുക്കുന്ന ആ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണെന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഒന്ന്, സൊസൈറ്റി അല്ലെങ്കിൽ പൊതുസമൂഹം ഭൂരിപക്ഷവും, ഞാൻ എല്ലാവരും ഒന്നും പറയുന്നില്ല, ഭൂരിപക്ഷവും പറയുന്ന ഒരു കാര്യം ഈ വീഡിയോയിൽ അങ്ങനെ കാണാൻ മാത്രം ഒന്നുമില്ല. ഈ വീഡിയോയിൽ എന്താണുള്ളത് എന്നൊരു ചോദ്യമാണ് പലരും ചോദിച്ചത്. ഈ വീഡിയോയിൽ എന്താണുള്ളതാണ് ചോദിച്ചത്. ഈ വീഡിയോയിൽ അങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. രണ്ട്, ഇതൊരു ഫേക്കാണ്, ഇത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി വന്ന് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്നതും കൂടി പറയുന്നു. മൂന്ന്, അങ്ങനെ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അയാളുടെ മുഖം മാസ്ക് ചെയ്തു എന്നുള്ളതാണ് ആളുകൾ ഈ പെൺകുട്ടിയോട് ചോദിക്കുന്ന ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കാർക്കും ഈ പൊതുസമൂഹത്തിൽ ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആർക്കും അവിടെ എന്താണ് നടന്നത് എന്നുള്ളത് വ്യക്തമായ ധാരണയില്ല. വ്യക്തമാണ് അതെ. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇതിലൊരു ജഡ്ജ്മെൻ്റൽ കേസിലായിട്ട് എത്താൻ പറ്റുന്നത്? നമുക്കെങ്ങനെയാണ് ഇതിനകത്ത് കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ഡൈസെക്റ്റ് ചെയ്ത് പറയാൻ സാധിക്കുക? ഒരു പെൺകുട്ടി അവൾക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന ഒരു പബ്ലിക് പ്ലേസിൽ നേരിടേണ്ടി വന്നൊരു അസോൾട്ടിനെ കുറിച്ച് പൊതുസമൂഹത്തിൽ വന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ജഡ്ജ്മെൻ്റലായിട്ട് ആ പെൺകുട്ടിയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അസംഷനിലേക്ക് എത്താൻ സാധിക്കുന്നതെന്ന് ഇതുവരെ മനസ്സിലാവുന്നില്ല. ഒരാഴ്ചയായി ഇത് പിന്നിടുന്നു. ഇതിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ കമൻറ്റ് ബോക്സ് തുറക്കാൻ വയ്യാത്ത സിറ്റുവേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് നേരെ അധിക്ഷേപ കമൻറ്റുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി കാര്യത്തിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കാം. ആ പെൺകുട്ടിയുടെ ആ വീഡിയോയിൽ നിങ്ങൾക്കൊന്നും കാണാൻ സാധിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല എന്ന് തന്നെ വെച്ചോ. അതിനു മുന്നേ ഒന്നും നടന്നിട്ടില്ല എന്ന് കൃത്യമായിട്ട് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഈ ആക്ട് നടക്കുന്ന സമയത്ത് തന്നെ ഈ പെൺകുട്ടി വീഡിയോ എടുക്കണമെന്ന് ഇവിടെ ആർക്കാണ് വാശിയുള്ളത്? ആ പെൺകുട്ടി അനുഭവിച്ചത് ആ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസിൽ വന്ന് അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ അസോൾട്ടിങ് കമൻറ്റ് സെക്ഷനിൽ വന്ന് അനുഭവിച്ചു എന്ന് ആ പെൺകുട്ടി ഒരു വീഡിയോയിൽ പറയേണ്ടി വരുന്ന ഗതികേട്, അതൊരു വല്ലാത്ത ഗതികേടാണ്. ഒരു അസോൾട്ട് നേരിടേണ്ടി വരുമ്പോൾ അത് പൊതുസമൂഹത്തിൽ വന്ന് അഡ്രസ്സ് ചെയ്ത് ഒരു പവർ അല്ലെങ്കിൽ കൂടെ ഉണ്ട് എന്ന് വാക്കാൽ പറയുന്നതിന് പകരം ആ പെൺകുട്ടി അധിക്ഷേപിക്കുക, ഇതൊരു ട്രെൻഡാണെന്ന് പറയുക, ഈ ട്രെൻഡിൽ വീഴാതിരിക്കുക എന്ന് തുടങ്ങിയുള്ള പല അധിക്ഷേപങ്ങൾ ആ പെൺകുട്ടിക്ക് മേൽ ഇങ്ങനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് സൊസൈറ്റി. പോപ്പുലർ ഒപ്പീനിയൻ അതാണെന്ന് കരുതി അത് സത്യമാവണമെന്ന് നിർബന്ധമില്ല. ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആസ് എ ലൈക്ക് എ വൈറസ്. ആ പെൺകുട്ടിക്ക് നേരെ ഇങ്ങനെ അധിക്ഷേപ കമൻറ്റുകൾ നിറച്ചുകൊണ്ടിരിക്കുക. അവിടെയാണ് ഈ മെയിൽ ഡോമിനൻസി. ആണുങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പുള്ളി ഇതാ കിട്ടിയൊരു ഇതൊരു ഫേക്കാണെന്ന് തോന്നുന്നു കേട്ടോ, വാ നമുക്ക് നമ്മുടെ ആ ഫ്രസ്ട്രേഷൻ മുഴുവൻ അത് തീർക്കാമെന്ന് പറയുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ മനോഭാവമാണ് ആ കമൻറ്റ് സെക്ഷനിൽ കാണാൻ സാധിക്കുന്നത്. എന്ത് ഫ്രസ്ട്രേഷൻ! കുറേ കേസുകൾ ആണുങ്ങൾക്ക് നേരെ വന്നു, ഇതാ ഒരു പെൺകുട്ടിയുടെ ഫേക്ക് കേസ് വരുന്നു എന്ന് പറഞ്ഞ് ജഡ്ജ്മെൻറ്റലായി ആ പെൺകുട്ടിയുടെ കമൻറ്റ് സെക്ഷനിലേക്ക് പോകുന്നു. വീണ്ടും ആവർത്തിക്കുന്നു. ആ പെൺകുട്ടി എന്തുകൊണ്ട് കേസിന് പോകുന്നില്ല എന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. വെയിറ്റ്, ആ ചോദ്യത്തിന് മറുപടി പറയാം. ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ പെൺകുട്ടി വീഡിയോ ഇട്ടിരുന്നതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എനിക്കിതിന് കേസുമായിട്ട് മുന്നോട്ട് പോകാനോ അത് നടത്താനുള്ള സാമ്പത്തിക ഭദ്രതയോ ഇല്ല, എൻ്റെ കയ്യിൽ പണമില്ല എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. രണ്ട്, ഈ വീഡിയോ ഞാൻ പരസ്യമായിട്ടാണല്ലോ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇത് കാണുന്ന ലോയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് കേസ് ഏറ്റെടുക്കൂ, ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചോദ്യത്തിന് വാലിഡിറ്റി ഇല്ല. ഇത് ആ പെൺകുട്ടി കേസിന് പോകാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. രണ്ട്, പെൺകുട്ടി പറയുന്നൊരു കാര്യം, ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ആളുടെ ഫോട്ടോ ബ്ലർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വീഡിയോ ബ്ലർ ചെയ്തിട്ടുണ്ട്. ആ ബ്ലർ ചെയ്യുന്ന സമയത്ത് ഈ കമൻറ്റ് സെക്ഷനിൽ പലരും വന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇയാളെ ബ്ലർ ചെയ്താൽ പോലും ഇയാൾ ആരാണെന്ന് ഇയാളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മനസ്സിലാവും, അന്ന് നീ തീർന്നു എന്നാണ് ഈ പെൺകുട്ടിയുടെ മുന്നിൽ വെല്ലുവിളിക്കുന്ന ഭീഷണിയൊക്കെ നടത്തുന്നത്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് 7 ദിവസമായി. ഇതുവരെ മാനനഷ്ട കേസിനോ
അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടില്ല എന്ന് പെൺകുട്ടി പറയുന്നു. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ നിങ്ങൾക്കെതിരെ നിങ്ങൾ ചെയ്യാത്തൊരു തെറ്റിന് നിങ്ങളൊരാൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലിട്ട് അലക്കുകയാണ് വെച്ചു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഒന്നുകിൽ കേസ് കൊടുക്കും. കാരണം നിങ്ങളുടെ മാനത്തെയാണ് ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്തൊരു തെറ്റിനെയാണ് അത് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കേസിന് പോവും. നിങ്ങൾ കേസിന് പോയിട്ട് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കും. ഇതുവരെ ആ പെൺകുട്ടിക്ക് നേരെ അങ്ങനെ ഒരു കേസ് വന്നിട്ടില്ല എന്ന് പെൺകുട്ടിയെ സ്ട്രോങ് ആയിട്ട് പറയുന്നു. പെൺകുട്ടി എന്തുകൊണ്ട് കേസിന് പോയില്ല എന്നുള്ള കാര്യത്തിന് ഞാനിപ്പോൾ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. പക്ഷേ സൊസൈറ്റിയുടെ ഒരു മനോഭാവം വല്ലാതെ ഭീതിപ്പെടുത്തുന്നതാണ്. ഈ പെൺകുട്ടി തെറ്റുകാരിയാണെന്ന് പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള വാശി വല്ലാതെ ആർക്കൊക്കെ ഉണ്ട്. ഈ പെൺകുട്ടി 2 തവണ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നം. ഈ പെൺകുട്ടി ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആയതുകൊണ്ട് ഇതൊരു കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ വേറെ പ്രശ്നം. അത് കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് ഇഫ് ദേ ഗെറ്റ് അസോൾട്ടഡ് അവർക്കത് പൊതുസമൂഹത്തിൽ വന്ന് പറയാനുള്ള ഒരു അവകാശമില്ലേ? അല്ലെങ്കിൽ അവർക്ക് പറയാൻ പാടില്ല? അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീച്ചിന് വേണ്ടിയിട്ടും ആ വീഡിയോ കൂട്ടാൻ വേണ്ടിയിട്ടും അത് പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ടും മാത്രമാണെന്നുള്ള ജഡ്ജ്മെൻറ്റിൽ എങ്ങനെയാണ് വരുന്നത്? സി, അവർ കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആണ്. അവർക്ക് അങ്ങനെ ഒരു അസോൾട്ട് വരുമ്പോഴേക്കും ദേ ഹാവ് ദറ്റ് പവർ. അവർക്കത് പൊതുസമൂഹത്തിനോട് മുമ്പിൽ വന്ന് പറയാം അവർക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ സവാദ് എന്ന് പറയുന്നൊരു വ്യക്തി KSRTC ബസ്സിൽ കാണിച്ചു കൂട്ടിയ ആ അതിക്രമം, അത് ആ പെൺകുട്ടിക്ക് നേരെ കാണിച്ചത്, ആ പെൺകുട്ടി ഒരു വ്ളോഗറാണ്, ആ പെൺകുട്ടി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് എന്നെഴുതി നിങ്ങളെ പരാതിഫിക്കുക എന്ന് പറയും. അങ്ങനെ ആ പെൺകുട്ടിക്ക് നേരെ എത്രയോ അധിക്ഷേപ കമൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഈ സവാദ് എന്ന് പറയുന്ന വ്യക്തിയെ വീണ്ടും ഒരു KSRTC ബസ്സിൽ ഇതുപോലെ പിടിക്കപ്പെട്ടപ്പോഴല്ലേ പലരുടെയും നിലപാട് മാറിയത്. അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല. സി, ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന അതിക്രമം സോഷ്യൽ മീഡിയയിലോ വന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ പെൺകുട്ടി നേരിടേണ്ടി വന്ന പ്രശ്നം വന്ന് പറയുമ്പോൾ, ബി വിത്ത് ഹെർ. ഉടനെ ജഡ്ജ്മെൻ്റലായി അയാളെ കരിവാരി പൂശുക, നേരെ എറിയുക, അയാൾ ഡിഫെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വൈ? എന്തിനാണ്? ബി വിത്ത് ഹെർ എന്ന് ഞാൻ പറയാൻ കാരണം, ആ പുള്ളിക്കാരി അതിജീവിച്ച കാര്യം ആ പുള്ളിക്കാരിക്ക് അറിയാവൂ. അത് പൊതുസമൂഹത്തിനോട് വന്ന് പറയാനുള്ള ധൈര്യം ആ പെൺകുട്ടി കാണിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ആ വീഡിയോ ചെയ്തപ്പോഴേക്കും അത് എവിടെയാണ്, അത് കൈ ഇവിടെയല്ല, പോസ്റ്റ്മോർട്ടം നടത്തുകയാണ്. സി, ഈ ആക്ട് നടക്കുമ്പോഴേക്കും എന്താ സംഭവിച്ചതെന്നുള്ളത് ഇവിടെ ആർക്കും അറിയില്ല. ആ പെൺകുട്ടി കൃത്യമായി പറയുന്നുണ്ട്. അത് അവരുടെ നിസ്സഹായ അവസ്ഥയാണെന്നും കൂടി ഓർക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ പെൺകുട്ടി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കും അറിയില്ല അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത്, ഞാൻ അയാൾക്ക് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് എന്നതും ആ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി അയാൾക്ക് മറുപടി കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു, അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പെൺകുട്ടി പറയുന്ന എല്ലാ വാദങ്ങളും തെറ്റാണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് ദ പോയിന്റ്. ആൻഡ് ഷീ ഈസ് റെഡി ടു ഗോ ഫോർവേഡ് വിത്ത് ദ കേസ് എന്നും പുള്ളിക്കാരി പറയുകയും ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനൊരു ജഡ്ജ്മെൻ്റൽ മനോഭാവത്തിലേക്ക് സൊസൈറ്റി മാറുന്നത് ഭീതിപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഇതുപോലെ വേറൊരാൾ വന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ തെളിവ് വേണം എന്ന് പറയുന്നതിൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതെന്താ ഇങ്ങനെ ഒരു ആക്ട് നടക്കുമ്പോഴേക്കും ഉടനെ വീഡിയോ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഇത് തെളിയിക്കാനുള്ള മനോഭാവമാണോ വേണ്ട, അതോ ഇത് തട്ടി മാറ്റാനുള്ള മനോഭാവമാണോ ആദ്യം വേണ്ടത്? ഓക്കെ, ആദ്യം തെളിവുണ്ടാക്കണം എന്നുള്ള രീതിയിലേക്കാണോ അന്നത്തെ അല്ലെങ്കിൽ ആ സമയത്ത് മൈൻഡ് പ്രവർത്തിക്കുക എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഷുഡ് എ ഗേൾ നീഡ് ടു സെർച്ച് ഫോർ എവിഡൻസസ്? അത് നടക്കുമ്പോൾ ഓക്കെ ആദ്യം തെളിവുണ്ടാക്കുക, അല്ലെങ്കിൽ എന്നെ പൊതുസമൂഹം തെറ്റുകാരിയാക്കും. ഈ മനോഭാവമാണ് പ്രശ്നം, ഈ ചിന്താഗതിയാണ് പ്രശ്നം. അവിടെയാണ് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത്, അവിടെയാണ് ഇത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന കാര്യം അത് വീണ്ടും വീഡിയോ ആക്കി പൊതുസമൂഹത്തിനോട് മുന്നിൽ വന്നിട്ട് ഞാൻ നിരപരാധിയാണ്, ഞാനല്ല തെറ്റുകാരൻ ഈ വ്യക്തിയാണെന്ന് വീണ്ടും പറയേണ്ടി വരുന്നൊരു മാനസികാവസ്ഥ ഭയാനകമാണ്, ഷോക്കിംഗ് ആണ്. അത് തന്നെയാണ് ഈ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും ഈ പെൺകുട്ടി വീഡിയോ ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലാണ്. ഇത് വീണ്ടും അതിഭീകരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും കമൻറ്റ് സെക്ഷനിൽ തെറിവിളികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ഇത് ജഡ്ജ്മെൻ്റലാകുന്നതിന് മുമ്പ് 2 വട്ടം ആലോചിക്കുക, സൊസൈറ്റി ആലോചിക്കുക. ഇത് ആരുടെ ഭാഗത്ത് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സ്റ്റാൻഡ് വിത്ത് ദ സർവൈവർ. അതൊരു ബേസിക്കാണ്, ഒരു ബേസിക് കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.